ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്ത് എല്ലാ ശുശ്രൂഷകളെയും ആസ്വദിക്കണം. രക്തത്താൽ കഴിയുമ്പോൾ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണത്തോടെ പാകൽഭ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ആരാധന കഴിപ്പാൻ ഞങ്ങളെ ഇവരെയോട് സഹായിക്കണം. കൂട്ടി വരുത്തിയ എല്ലാവർക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കുഞ്ഞുകുട്ടികൾ, ആബാലവൃദ്ധം എല്ലാവരുടെ മേലും അവിടുത്തെ സാന്നിധ്യം പകർന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ആദ്യം അവിടുത്തെ പരിശുദ്ധാത്മാവ് നയിക്കുവാനും മഹത്വമൊക്കെ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമ്മൾ പിന്നെയും ആമേൻ ഒരു ആരാധനയ്ക്കായി നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന ആ കർത്താവിന്റെ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പകൽക്കാലം കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ വന്ദനം ചെയ്യാം. അവൻ നമ്മളെ വീണ്ടെടുത്തവനെ, നമ്മളെ പരിപാലിച്ചവൻ, നമ്മളെ സഹായിച്ചവൻ, നമ്മൾ യാത്ര ചെയ്തപ്പോഴൊക്കെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ കരുതിയ കർത്താവാണ്. അവൻ ഇന്നയോളം നമ്മളെ നടത്തിയ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും മുഖത്ത് അവൻ നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. ആ സർവശക്തനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. വന്ദനം വന്ദനം ശ്രീ യേശുനാഥൻ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വന്ദനം ശ്രീ യേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം
ഹല്ലേലൂയ. വന്ദനത്തിനും സ്തുതിക്കും മഹത്വത്തിന് യോഗ്യനായ കർത്താവിനെ ഇന്ന് രാവിലെ കാലം വന്നിട്ട് നമസ്കരിച്ച് ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. അടുത്തകാലം ചേർത്ത് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റുകൊണ്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സൈനികരുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്റെ ഉള്ളിൽ യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഗുരുവിന്റെ വീട് മേൽ പക്ഷി കുഞ്ഞുങ്ങൾ കൂടെ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവിന്റെ ദൈവമായ സൈനികരുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഹല്ലേലൂയ. അവന്റെ യാഗപീഠത്തിന് സങ്കേതമായി നമുക്ക് ഇന്ന് രാവിലെ കാലം സങ്കേത നഗരത്തിലെത്തുന്നത് പോലെ ദൈവസന്നിധിയിൽ അവന്റെ ആലയത്തിൽ വസിക്കുന്നത് വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമാണ്. ഓ ഹല്ലേലൂയ. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും കൂടെ കാണും ദൈവത്തിന്റെ സന്നിധിയിൽ. രാവിലെ കാലം ആരാധനയിൽ ദൈവത്തിന്റെ മനോഹാരിത ദർശിച്ച് the beauty of His holiness. Hallelujah. We are here for that, to glorify God's holy name. ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ തുടർന്നു. പഴയ ഗാനം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹാമനോഹരം യാഹേ നിന്റെ ആലയം. Praise the Lord. Hallelujah. മനോഹരം യാഹേ നിന്റെ ആലയം. Hallelujah.
ആത്മാവോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നു, നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, പകൽക്കാലം അവരുടെ ആരാധനയോട് ബന്ധത്തിലായിരിക്കാൻ കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം. തിരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. നമ്മുടെ പേരുടെ നാമത്തിൽ കൂടുന്ന നമ്മുടെ മധ്യയിൽ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചതിന്റെ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയുടെ സന്നിധികളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ആമേൻ വചനത്തിൽ കേൾക്കുവാൻ ഞങ്ങൾ ഇടവരുത്തണമേ. അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു, കൂടുതലായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. സാക്ഷ്യങ്ങളെ കർത്താവേ നീ എഴുന്നേൽപ്പിക്കണമെന്നുള്ള പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വാക്യങ്ങളൊക്കെ പറയുവാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് കർത്താവേ, അവൻ ഹല്ലേലൂയത്തോടെയും അവൻ ഹല്ലേലൂയ വിശ്വത്തോടെയോ രോഗത്തോടെയൊക്കെ ആരെങ്കിലും അവൻ നിന്ന് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവരെ തുറന്നവേ കർത്താവെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവൻ ഹല്ലേലൂയ വിടുതലും ആശ്വാസവും പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവൻ എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരുടെ നാമങ്ങൾ അപേക്ഷിക്കുന്നു. അവൻ കർത്താവെ യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേട്ടു തിരുമാറാകണമേ. നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. 118 സങ്കീർത്തനം വാചസ്പതികാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 118, we will read that psalm responsively and give glory to God. സങ്കീർത്തനം Psalm 118. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. ഏതൊക്കെ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവരെന്നെ വളഞ്ഞു, അതേ അവരെന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീതിവാതികൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടെ കടന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമരുളി, എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുകയും രണ്ട് വാക്കി ചേർന്ന് വായിക്കാം. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവമുള്ളതാകുന്നു. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. നമ്മുടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റുവാൻ രാവിലെ കാലം നമ്മുടെ തോന്നിരിക്കുന്നല്ലോ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രാവിലെ കാലം ഹല്ലേലൂയ. കർത്താവേ, നീ എന്റെ ദൈവമാണ്, ഞാൻ അങ്ങയുടെ പൈതലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവി, എല്ലാ പദവികളും എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ ദൈവത്തിന്റെ പൈതലായി നീ എന്റെ ദൈവം, എല്ലാത്തിന്റെ ഉടയവൻ, സകലത്തെയും ക്ഷമിച്ചവൻ. ഹല്ലേലൂയ. അവൻ എന്റെ ദൈവമാണെന്ന് പറയുവാൻ രാവിലെ കാലം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് കടകളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ഇത് രാവിലെ കാലം എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ എനിക്ക് നല്ലവനായിരുന്നു എന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് പറയുവാൻ നമുക്കിടയാക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിസ്തോത്രയാഗങ്ങളാൽ ദൈവസന്നിധിയിൽ
ആകാശത്തിന്റെ ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. Glory to God, glory to God, glory to God. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയില് ഇന്ന് രാവിലെ കാലം വിശുദ്ധ ആരാധനയ്ക്കായി നിങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ മഹാദേശായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞു പോയ ഒരാഴ്ചക്കാലം മുഴുവൻ ഹല്ലേലൂയ, ഇത് മാത്രമല്ല കഴിഞ്ഞുപോയ ദിനങ്ങളിലെല്ലാം ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും മതിയായവനായിരുന്നു കർത്താവ്. ഞങ്ങളുടെ ഹല്ലേലൂയ സകലവിധമായ ആവശ്യങ്ങളുടെ മേലും കരം നീട്ടി പ്രവർത്തിച്ചു കരുതി ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. അവിടുത്തെ ദയയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ അല്പസമയം ഞങ്ങൾ ദിവസം ഇരിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടപെടണമേ. അവിടുത്തെ നാമം ഞങ്ങൾക്ക് ഉയർത്തപ്പെടണമേ. പുത്രന്റെ നാമം ഞങ്ങൾ മഹത്വപ്പെടട്ടെ. കൂട്ടിവരുത്ത എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഓരോരുത്തരെയും പേരുപേരായ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ചാണ് മാനവും മഹത്വം അങ്ങക്ക് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിലിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായി നല്ല വിശുദ്ധ കാലം ദൈവസന്നിധിയിൽ വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വന്ന നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും കർത്താവിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നാം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ 112 സങ്കീർത്തനം ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തെ, the steadfast love of our God. Hallelujah, that is what it says. The theme itself is the steadfast love of God. യഹോവയുടെ ദയ, ഹല്ലേലൂയ, അത് എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ. Praise the Lord. അത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നതല്ല ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ, അത് സകലർക്കും ഒരുപോലെ നൽകുന്ന ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹം. അതിനായി അപേക്ഷിക്കുന്നവർ, കാംക്ഷിക്കുന്നവർ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നവരെ തന്റെ ദയ ചുറ്റിക്കൊള്ളുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം നാം ഈ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മെ ചുറ്റുന്ന ദൈവത്തിന്റെ ദയ ഓർത്ത്, ദൈവത്തിന്റെ സ്നേഹം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതുകൊണ്ട് സത്യനാരായണൻ പറയുക, അവന്റെ ദയ ഓർത്ത് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി പറയുവാൻ നമുക്കൊരു പക്ഷേ കഴിഞ്ഞ ആഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ലായിരിക്കാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് പറയുവാൻ കൂടുതൽ സാക്ഷ്യമുണ്ട്. ദൈവം എനിക്ക് നല്ലവൻ. ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിൽ നിർമ്മലഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം എന്ന് മറ്റൊരു സങ്കീർത്തനം കാണുന്നു. 118 സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ആദ്യം മുതലേ കാണുവാൻ കഴിയുന്നത് the beginning of the psalm itself we can see that the love of God prevails. ഹല്ലേലൂയ. ദൈവ സ്നേഹം സകലത്തിന്മേലും നമുക്ക് ജയം നൽകുന്നതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പറയണം, അഹരോൻ ഗ്രഹം പറയണം, യഹോവ ഭക്തന്മാരായ എല്ലാവരും പറയേണ്ട ഒരു കാര്യം, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് പറയുന്നത്? നിലക്കത്തിൽ ഞാൻ യഹോവയെ അപേക്ഷിച്ചു. അതിന് കാരണം പറയുന്നുണ്ട് 5 മുതലുള്ള വാക്യങ്ങളില്. സ്തോത്രം. യഹോവ എന്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു റിസോഴ്സും ഉള്ളത് കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. പലതും അടഞ്ഞു പോകാം, പലതും വറ്റിപ്പോകാം. എന്നാലും ദൈവം ഉള്ളിടത്തോളം കാലം ഞാൻ പേടിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ഏറ്റവും മിഡിലായിട്ടുള്ള ഒരു ഭാഗം, ഒരു വാക്യമായിരുന്നു പലരും അഭിപ്രായപ്പെടുന്നത്. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതിന്റെ മുന്നോട്ടും പുറകോട്ടുമുള്ള സ്തോത്രം, ഈ വാക്യങ്ങൾക്ക് മുന്നോട്ടുള്ളതും പുറകോട്ടുള്ളതും എല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Hallelujah. There is only one person, one God we can trust. That is our God. Hallelujah. യഹോവയിൽ ആശ്രയം. മനുഷ്യരിൽ ആശ്രയിക്കും, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ആശ്രയം കർത്താവിലാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും സഹായം നമുക്ക് പലയിടത്തുനിന്ന് ലഭിച്ചു വരാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ കേട്ടാൽ ട്രസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആശ്രയം എന്ന വാക്കിന് വളരെ ആഴം. സ്തോത്രം. അത് ദൈവസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് അതൊരിക്കലും വേവറിങ് അല്ല, ഒരിക്കലും മാറ്റപ്പെടുവാൻ കഴിയുന്ന ഒന്നല്ല. മാറാത്ത ഉടമ്പടിയാണ് ദൈവവുമായി നാം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, ഹല്ലേലൂയ, അഖിലാണ്ടത്തിന്റെ ഉടയവനായ എന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന് ആശ്രയിക്കാൻ മനുഷ്യർ മാറിപ്പോകും. ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ മനുഷ്യർ പറയുന്നത്. ഹല്ലേലൂയ. വാക്കുകൾ മാറ്റി പറയും. എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് സ്ഥിരമാണ്, അതിനൊരു മാറ്റമില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒത്തിരി പ്രതികൂലങ്ങൾ വിസർജനക്കാരെ അനുഭവിച്ചു. എന്നാൽ അവരൊക്കെ ചുറ്റി വളർന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആശ്രയമായിരിക്കുന്നവർക്ക് പ്രതികൂലം ഉണ്ടാകുമോ? സ്തോത്രം. എന്നാൽ പറയുക, സ്തോത്രം, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളർന്നു. എന്നാൽ മുൾത്തി പോലെ അവർ കിട്ടുക. മുൾത്തി എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തേനീച്ച കുറെ നേരം ബസിങ് ആ സൗണ്ട് ഉണ്ടാക്കി കുറെ നേരം ചുറ്റി കറങ്ങും. പക്ഷെ ദൈവത്തിന്റെ കരം വെളിപ്പെടുമ്പോൾ മുൾത്തി
ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയണം. തേനീച്ച ഹല്ലേലൂയ, തേനീച്ച ഇങ്ങനെ ഇളകി വന്നു കഴിഞ്ഞാൽ സ്തോത്രം ഇങ്ങനെ ഞൊടിച്ചാൽ പോകത്തില്ല തേനീച്ച. സ്തോത്രം കുറെ സമയമെടുക്കും ഇതൊക്കെ മാറണമെങ്കിൽ. പക്ഷേ ഇവിടെ പറയുക ദൈവത്തിന്റെ പ്രവർത്തി പ്രതികൂലങ്ങൾ സ്തോത്രം രാത്രി മുഴുവൻ നിന്ന് വന്നേക്കാം. അന്ധകാരത്തിന്റെ ശക്തി പലപ്പോഴും ഹല്ലേലൂയ ദീർഘനേരം നമ്മെ ബുദ്ധിമുട്ടിച്ചേക്കാം. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞെന്താണ്? മുൾത്തീ പോലെ. സ്തോത്രം ഹല്ലേലൂയ. മുൾത്തീ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തോത്രം ഈ മരുഭൂമിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെറിയ സ്തോത്രം മുള്ളിന്റെ കാടിന്റെ മേൽ തീ വരും. അത് നിമിഷം കൊണ്ട് ഒറ്റ സെക്കൻഡ് ഞൊടിയിടയിൽ. അത് നമുക്ക് ഈ കൊളറാഡോ സ്റ്റേറ്റിലൊക്കെ നമുക്ക് പരിചയമുള്ളതാ ഫോറസ്റ്റ് തീ. ഹല്ലേലൂയ. സ്തോത്രം കാട്ടുതീ നമുക്ക് പരിചയമുണ്ട്. സ്തോത്രം ആ വൈൽഡ് ഫയർ പോലെ അത് വളരെ വേഗത്തില് വെള്ളം ഇരച്ചു വരുന്നത് പോലെയാണ്. അത് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. വെള്ളം ഇരച്ചു വരുന്ന വേഗത്തിലാണ് ഈ കാട്ടുതീ പടരുന്നത്. സ്തോത്രം എത്ര ശക്തമാണ്. അതിനെക്കുറിച്ച് അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. മുൾത്തീ പോലെ അവർ പെട്ടുപോയി. ഹല്ലേലൂയ. മുൾത്തീ പോലെ ആ പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരത്തിനായി ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് രാവിലെ പ്രതികൂലം അനുഭവിക്കുന്നത് കാണാം. മനസ്സിനകത്ത് സംഘർഷങ്ങൾ അനുഭവിക്കുന്നത് കാണാം. ചോദ്യങ്ങൾ ഒത്തിരി ഉന്നയിക്കുന്നത് കാണാം. പ്രിയമുള്ളവരെ, that is only till the hand of the Lord. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന ബലമുള്ള നമ്മുടെ രക്ഷയായി തീർന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ 15-ാം വാക്യത്തിൽ പറയുക, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. ഹല്ലേലൂയ. യഹോവയുടെ കൈ ആർക്ക് വേണ്ടി വെളിപ്പെട്ടോ അവർക്ക് വേണ്ടി അവരുടെ കൂടാരങ്ങളിൽ യഹോവയുടെ വലങ്കൈയാൽ വീര്യം പ്രവർത്തിച്ച സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. It is not just entertainment. പാർട്ടി നടത്തിയുള്ള ഉല്ലാസവും ജയഘോഷമല്ല. ഇവിടെ പറയുന്നു യഹോവയുടെ വീര്യം പ്രവർത്തിക്കുന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് കഴിയുമ്പോൾ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. അല്പം താമസിക്കേണ്ടി വന്നേക്കാം. രാത്രിയിൽ ഹല്ലേലൂയ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവർ കണ്ണുനീരിൽ വിതച്ചു, എന്നാൽ ആർപ്പോടെ കൊയ്ത് നാം കാണുന്നു. ഇന്ന് രാവിലെ കാലം അല്പം കണ്ണുനീർ ഒഴുക്കേണ്ടി വന്നാലും, അല്പം ഹല്ലേലൂയ വിഷമസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എനിക്ക് വേണ്ടി മലങ്കായി നീട്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസമുള്ള ഒരു ദൈവവൈതലിനെ ഈ കഷ്ടത തളർത്താൻ കഴിയത്തില്ല. കണ്ണുനീരിനെ അവരെ മുക്കിക്കളയാൻ കഴിയത്തില്ല. യോർദാന്റെയോ ചെങ്കടലിന്റെ പ്രതികൂലം അവർക്കറിയാം. ഇതിന് അല്പകാലത്തേക്കേ ഉള്ളൂ. ഇത് മാറിപ്പോകുന്ന ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഇന്ന് രാവിലെ ദിവസത്തിലിരിക്കുമ്പോൾ യഹോവയാൽ സംഭവിച്ച ചില കാര്യങ്ങളെ പറയുവാൻ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടതുകൊണ്ട് ഹല്ലേലൂയ. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ we were just like people who were dreaming. Hallelujah. Praise the Lord. സ്വയം നുള്ളി നോക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത വിധം ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി വെളിപ്പെട്ടപ്പോൾ അതുപോലെ ദൈവത്തെ സ്തുതിപ്പാൻ രാവിലെ കഴിയുമോ? ഭയമൊരുക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയ അങ്ങയുടെ കരം. ഹല്ലേലൂയ. അത് വലുതോ ചെറുതോ ആകട്ടെ, ഇതൊന്നും കുറവല്ല. ഇവിടെ നിന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മറന്നു പോകരുത്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ നന്ദി പറയുവാൻ മറന്നു പോകരുത്. ദൈവത്തെ ആരാധിപ്പാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ കാലം ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ സംഗീതം നീക്കുന്ന ഇപ്രകാരമാ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേ, നീ എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ 2 പ്രാവശ്യം പറയുന്നുണ്ട് സ്തോത്രം. 2 സുതലൊക്കെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം ഇങ്ങനെ പറയാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യം പറയുക. ദൈവം ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെ ദൈവമാണ്. മനുഷ്യ ദൈവം ഇല്ലെന്ന് പറയുന്നതുകൊണ്ട് ദൈവമാ ദൈവം അല്ലയോ? സ്തോത്രം. അത് ഉറങ്ങല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? ദൈവം ഇല്ലെന്ന് പറയുന്നതുകൊണ്ട് ദൈവം ആരാ? സ്തോത്രം. നമ്മുടെ ദൈവമാ. ഒരു ദൈവമേ ഉള്ളൂ. നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാത്തവന്റെയും ദൈവം നമ്മുടെ ദൈവമാണ്. ഒരു ദൈവമേ ഉള്ളൂ. അവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവം നീ ഉണ്ട്, ഇങ്ങനെ ആളുണ്ട്. ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവമുണ്ട്, അല്ലെങ്കിൽ ബന്ധുപുസ്തകർ ആരാധിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ എല്ലാം ദൈവം, അവരേത് ദൈവത്തെ വിളിച്ചാലും നമ്മുടെ ദൈവമാണ് ഒരേ ഒരു ദൈവം. ദൈവം എന്ന പേരിന് യോഗ്യനായ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അത് സർവശക്തനായ
അഖിലാണ്ടത്തിന്റെ ഉടയവനായ നമ്മെ വീണ്ടെടുത്ത കർത്താവ്. പക്ഷെ നമുക്കുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു പറയുന്നത്. ഈ ദൈവത്തെ അറിഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ചിലർക്ക് ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് ആരാധിക്കുന്നുണ്ട്. ഭയം വരുമ്പോ ദൈവം വിളിക്കാറുണ്ട്. പല ദൈവങ്ങളുടെ അടുത്ത് പോകാറുണ്ട്. അവർക്ക് ഉറപ്പില്ല ഇത് ഉള്ളതാണോ അല്ലയോ. എനിക്ക് വ്യക്തിപരമായി എന്റെ ദൈവത്തോടൊരു ബന്ധമുണ്ട്. ഇന്ന് രാവിലെ കാലം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്തിരുന്നുകൊണ്ട് നീ എന്റെ ദൈവമാകുന്നു എന്ന് പറയുവാൻ, അത് പറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ സൂചിച്ചവരെ എത്ര വലിയ ആഴമുള്ള ഒരു അനുഭവം നമുക്കുള്ളത്. What a great identity we have. ഇതിനാവിലെ കാലം ആ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ തിരിച്ചറിവോടെ നീ എന്റെ ദൈവമാകുന്നു ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, മഹത്വം കരയുമ്പോൾ എന്റെ ദൈവം കേൾക്കുന്നു. ഈ ദൈവത്തെ അറിഞ്ഞാരാധിപ്പാൻ അവന്റെ പൈതലായി മകളായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ അതോടെ പറയുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ കാലം സ്തോത്രം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ദൈവസന്നിധിയിൽ? നീ എന്റെ ദൈവമാകുന്നു. I am convinced about that. I am really convinced about that. I am a child of God and I praise you. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ. Dear children, hallelujah. You need only one reason to praise God. He is your God. Hallelujah. ഈ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം. നീ അത് ചേർത്ത് പറയാൻ ആരംഭിക്കുമ്പോൾ നിന്റെ കൂടെ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ ചിലർ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാണ്. അത് പറയണം. നിന്റെ ജീവിതം തെളിയിക്കണം. ഈ ദൈവം എന്റെ ദൈവമാണെന്ന് നീ തെളിയിച്ചു കഴിയുമ്പോൾ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ ചിലരുടെ ദൈവം നിന്റെ കൂടെ എഴുന്നേൽപ്പിക്കും. ഇതാണ് ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. കാരണം നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവൻ യഥാർത്ഥ ദൈവമാണ്. അവനാണ് ഏക സത്യ ദൈവം. ഇന്ന് രാവിലെ കാലം ആ പകൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിലും ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു വിടുതല് ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും. നീ ഇടപെടുന്ന മണ്ഡലങ്ങളിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം ചെയ്യുവാൻ പറ്റുന്നവയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ. അവന്റെ 102-ാം സങ്കീർത്തനം ഹല്ലേലൂയ എന്നേക്കുമുള്ള ദൈവത്തിന്റെ ദയയെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന സങ്കീർത്തനമാണ്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തില് കാര്യങ്ങൾ മറിയുമ്പോൾ മാറിപ്പോകുന്നതല്ല ദൈവത്തിന്റെ സ്നേഹം. മനുഷ്യരുടെ സ്നേഹം തണുത്തു പോകാം. ഇന്ന് മിത്രമായ നാളെ ശത്രുക്കളായേക്കാം. ഇന്ന് സകല വാക്ക് പറയുന്നവർ നാളെ എതിർത്ത് പറഞ്ഞേക്കാം. അതായത് വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് ഉറപ്പുള്ള ദൈവത്തെ സ്തുതിച്ചാകാം. സാഹചര്യങ്ങൾ മാറിക്കോട്ടെ, ആളുകൾ മാറിക്കോട്ടെ, ദൈവമേ നീ എന്റെ ദൈവം. ഇതിരാവിലെ ഒരാപ്തവാക്യം പോലെ ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ മേൽ, ഭാരമുള്ള ചിലതിന്റെ മേൽ, ചിന്താകുലങ്ങളുടെ മേൽ ഇത് എഴുതി വെച്ചാട്ട് ദൈവമേ പ്രതികൂലമുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, അനിശ്ചിതത്തിന്റെ ദിവസങ്ങളുണ്ട്, നല്ലതായി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ എഴുതി ചേർക്കുകയാ. You are my God. ഹല്ലേലൂയ. നീ എന്റെ ദൈവമാകുന്നു. ഒരു വിടുതലുകൾക്കായി ഈ ദിവസങ്ങളിൽ പുറപ്പെടുന്നതിനാൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവത്തെ സ്തോത്രം അർപ്പിച്ചാട്ട് ഈ ദൈവം എന്റെ ദൈവമെങ്കിൽ ഹല്ലേലൂയ ഒരു ദിവസത്തിൽ എനിക്കായി മറുപടി ദിവസത്തിൽ പുറപ്പെടുവാൻ ഇടയാക്കുമെന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് രാവിലെ കാലം നീ എന്റെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥലനെ സ്തുതിപ്പാൻ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാവിലെ കാലം ദൈവസ്ഥലായിരിക്കുന്ന ദൈവജനത്തെ അടുത്ത കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഓ ഹല്ലേലൂയ. അവിടുത്തെ ദൈവമായി നിന്റെ നാം വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജനം ഹല്ലേലൂയ ഏത പദവി ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. പുറംജാതികളായി എഴുതി തള്ളപ്പെടുന്ന ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ എല്ലാവരും തള്ളിയ കല്ല് മൂലക്കല്ലാക്കി തീർത്ത അസ്വർഗീയ പ്രവൃത്തിയാൽ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർന്നത് കുറയ്ക്കായി സ്തോത്രം. അതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. രാവിലെ കാണാം. അതോട് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും നീ എന്റെ ദൈവം. ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ, നീ എന്റെ ദൈവം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ച്, ഓ ഞങ്ങളെ അങ്ങയോട് ചേർത്തടുപ്പിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അങ്ങ് നടപടണമേ. യേശുവിന്റെ നാമത്തിൽ ഉള്ള വിടുതല് ജനത്തിന്റെ മേൽ, ഹല്ലേലൂയ, അവരുടെ ഭാരമുള്ള വിഷയങ്ങളുടെ മേൽ ഇത് പകൽക്കാലം വെളിപ്പെടണമേ. ഈ ആഴ്ചയിലുള്ളതെല്ലാം വെളിപ്പെടണമേ. ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവം നിങ്ങൾ നൽകി തരുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നമ്മുടെ കടകളിൽ ഒരു ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രിയ ഇംഗ്ലീഷ് ഗവൺമെന്റിനോട് കടന്നു വരും സ്തോത്രം. ഇംഗ്ലീഷ് ഗാനപ്പാടും അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരും സ്തോത്രം. ഹല്ലേലൂയ. They will come forward for the memory verses. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ അല്പസമയം ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.
Children, obey your parents, for this is right. Honor your father and mother. This is the first commandment with the promise that it may go well with you and you will live long in the land. Blessed Lord, always about us with the read. Philippians 6, verses 7 to 8. Do not be anxious about anything, but in every situation with prayer and petition with thanksgiving. Present your request to God, and the peace which transcends all understanding will guard your hearts and minds in Christ Jesus. Psalm 70, verse 4. May all those who search for you be filled with joy and gladness in you. May those who love your salvation repeatedly shout, God is great. Rejoice always, pray continually, and everything give thanks, for this is the will of God in Christ Jesus for you. 1 Thessalonians chapter 5, verses 16 to 18. The word of the Lord. Is right. And true. He is faithful. And all he does. Good job, Jenna. Humble yourself before the Lord, and he will lift you up. James 4, verse 10. Delight yourself to the Lord, and he shall. Delight yourself to the Lord, and he shall give desire of your heart. Submit your way to the Lord. Trust also in him, and he shall bring it to pass. Psalms 37, verses 4 and 5. Amen. Proverbs 10, verse 4. He who has a slack hand becomes poor, but the hand of the diligent makes rich. For the Lord is good to those who wait, and to the soul that seeks him. It is good that one should hope and quietly wait for the salvation of the God. It is good that a man will bear the yoke at his youth. Lamentation 3, verse 25 to 27. Matthew 6, verse 6 to 8. But when you pray, go to your room and close the door, and pray to your Father who is unseen. And your Father sees what is done in secret, he will reward you. And when you pray, do not keep on babbling like the pagans do, for they think they will be heard for their many words. Do not be like that, for your Father knows what you need before you ask him. 2 Timothy chapter 3, verses 16 to 17. All scripture is given by inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be complete, thoroughly equipped for every good work. I lift up my eyes to the hills, from whence my help come from. My help from the Lord, who made heaven and earth. He will not let me live. Behold, he who made Israel neither slumber nor sleep. Psalm 121, verses 1 to 4. Hear my cry, O Lord, for my righteousness. For you have brought relief on me from my distress. And please have mercy on me, O Lord, and hear my prayer. Psalms 4, verses 1. The Lord is shown in the sky, she is simple and knows nothing. For she sits by the door of her house on the highest places of the city to call whoever passes by, to
whoever goes straight on the way. Whoever is simple, let him sing and hear. As for him who lacks understanding, soul and water is sweet, and bread eaten in secret is pleasant. But he does not know that the dead are there, and her guests are in the depths of hell. Proverbs 9 verses 13 to 18. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ച് വേദഭാഗത്തിന്റെ ഭാഗമായി നമുക്ക് ചിന്തിക്കാം. മാത്യൂസ് ഗോസ്പൽ chapter 13 verse 44 to 46. ഹല്ലേലൂയ. സ്തോത്രം.
Let us read that passage and മലയാളത്തിൽ ഇംഗ്ലീഷിലും വേഗത്തിൽ വായിച്ചാൽ. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗ്ഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. Praise the Lord. Hallelujah. ഇംഗ്ലീഷിൽ വായിച്ചാൽ. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗ്ഗരാജ്യം എങ്ങനെയുണ്ട്, എങ്ങനെയാണെന്നുള്ള കർത്താവ് പറഞ്ഞ ഉപമകൾ ദൈനംദിന ജീവിതത്തിൽ ആ ദേശത്ത് സാധാരണയായി നടക്കുന്ന കാര്യങ്ങളെ ചേർത്ത് വെച്ച് സ്വർഗ്ഗരാജ്യത്തെ നമ്മുടെ ഉള്ളിലാക്കുക. സ്തോത്രം. ഈ കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ വയലിൽ നിധി കണ്ടു, അത് കണ്ടിട്ട് ഒളിച്ചു വെച്ചു, ആ കഥയല്ല സ്തോത്രം ഇതിനകത്ത് പ്രധാന പ്രതിപാദ്യ വിഷയം. സ്തോത്രം. ഈ കഥ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ കയറണമെന്നുണ്ട്. എന്താണ്? ദൈവരാജ്യം. ഇവിടെ നാളെ പോയി കുടിക്കാനില്ല കർത്താവ് പറയുന്നത്, അത് ഉപമയാണ്. സ്തോത്രം. അല്ലെങ്കിൽ വിലയേറിയ മുത്ത്. നമുക്ക് ആ കഥ പറയുമ്പോൾ ആ കഥയ്ക്കകത്തൂടെ അല്ലെങ്കിൽ ആ ഉപമയിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ്? ദൈവരാജ്യത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ഈ ഉപമകളുടെ എല്ലാം ഉദ്ദേശം എത്രയേ ഉള്ളൂ? ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ ഒരു മെക്കാനിസം ഉണ്ട്. ദൈവരാജ്യം ലോകരാജ്യങ്ങൾ, ലോകത്തിന്റെ രാഷ്ട്രീയം പോലെയല്ല ദൈവരാജ്യത്തിന്റെ മെക്കാനിസം. അത് ദൈവത്തിന്റെ രാജ്യമാണ്, ദൈവത്തിന്റെ ഭരണമാണ്. മനുഷ്യരുടെ ഭരണം പോലെയല്ല ദൈവത്തിന്റെ ഭരണം. അപ്പൊ നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാണ്. വി ആർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ് കിങ്ഡം ഓഫ് ഗോഡ്. നമ്മളെല്ലാം അതിനകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓരോ ഘടകങ്ങളാണ്. ഇതിന്റെ യഥാർത്ഥ പ്രവൃത്തി, ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് നിത്യതയോളമുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞ് വേണം നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അതിന്റെ പ്രഭാവം ഉണ്ടായിരിക്കണം. The effect shall be there in all areas of our life. Praise the Lord. First of all, hallelujah, praise the Lord, we are part of the kingdom of God. Praise the Lord. ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമതായി നാം ദൈവമക്കളാണ്. സ്തോത്രം. ഫൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം. അപ്പം സ്നേഹം നൽകി വീണ്ടെടുത്തത് നമ്മള് മാതാപിതാക്കൾക്ക് നമ്മൾ മക്കളാണ്, മറ്റു പദവികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നാം ദൈവമക്കളാണ്. ദൈവമക്കൾ എന്ന രീതിയിൽ ദൈവരാജ്യത്തെ കുറിച്ച് അറിവുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി എങ്ങനെയെന്ന് അറിയണം. സ്തോത്രം. അത് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഉപമകൾ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ വാക്യം ഈ രണ്ട് ഉപമകൾ ചേർത്താണ്. ദിസ് ഈസ് കോൾഡ് ആസ് ദ ട്വിൻ പാരബിൾ. ഈ രണ്ട് ഉപമയും ഒരേ സന്ദേശമാണ് ഏകദേശം നൽകുന്നത്. അതുകൊണ്ട് അത് രണ്ടുകൂടെ ചേർത്ത് ഞാൻ വായിച്ച് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച സ്തോത്രം നിധിയോട്. സ്തോത്രം. സ്വർഗരാജ്യം നിധിയോടല്ല സദൃശ്യം. വയലിൽ ഒളിച്ചു വെച്ച് ഒരു മനുഷ്യൻ കണ്ട് അതിനെ മറച്ച് വീണ്ടും ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് അതിനെ സ്വന്തമാക്കിയ സ്തോത്രം ആ നിധിയോട് സദൃശ്യം. അപ്പൊ സ്വർഗരാജ്യം നിധിയോട് മാത്രമല്ല സദൃശ്യം, അതിന്മേൽ സംഭവിച്ച കാര്യം that is very important. What happened to that? When a man found it, what happened? Hallelujah. ആ മനുഷ്യൻ കണ്ടിട്ട് അത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് വേറെ അവസ്ഥയാണ്. നമ്മൾ ചോദിക്കും എത്തിക്കലാണോ അദ്ദേഹം ചെയ്തത്? പ്രിയമുള്ളവരെ, സ്വന്തം ഫസ്റ്റ് ഓഫ് ഓൾ വി കൻ സീ ദാറ്റ് the man found that hidden treasure. Praise the Lord. Hallelujah. Praise the Lord. അവൻ ആഗ്രഹിച്ചതോ തേടിയതോ അല്ല, പക്ഷേ അവനത് കണ്ടെത്തി. Praise the Lord. ദൈവത്തെ നാം തിരഞ്ഞെടുത്തതല്ല, നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്. Praise the Lord. അങ്ങനെയും സംഭവിക്കും. Praise the Lord. Hallelujah. ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തില് അതിനെക്കുറിച്ച് നാം പലപ്പോഴും വായിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത വിധങ്ങളെ കുറിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. സ്തോത്രം. നമ്മൾ ആരും പലപ്പോഴും ആഗ്രഹിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 65-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട്
ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സ്വതന്ത്രം ഒരിക്കലും ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയോ ഇങ്ങനെ ദൈവമുണ്ടെന്ന് ചിന്തയോ ഇല്ലാത്തവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ സത്യാന്വേഷികളുണ്ട്. അതാണ് അടുത്ത പറയുന്നത്. സ്വർഗരാജ്യം നല്ല മൊത്തം അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് തുല്യം എന്ന് പറയും. സ്വതന്ത്രഭാവം നമുക്ക് പിന്നീട് ചിന്തിക്കാം. സ്തോത്രം. പ്രിയമുള്ളവര്, നാം ആരും ഈ ദൈവത്തെ തേടി പോയതല്ലെന്ന് നമുക്ക് പലർക്കും പറയാൻ കഴിയും. സ്തോത്രം. സത്യാന്വേഷണം ഉണ്ടായിരുന്നിരിക്കാം. പലരുടെയും ജീവിതത്തിലെ സത്യം we happen to find. Hallelujah. എന്നാൽ കണ്ടെത്തിയവൻ എന്താ ചെയ്തത്? സ്തോത്രം. When we found, there is a joy in that discovery. Hallelujah. Praise the Lord. അവൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ അതിനെ എന്ത് ചെയ്തു? സന്തോഷത്തോടെ ഒളിച്ചു വെക്കുവാനിടയായി. സ്തോത്രം. അത് കണ്ടിട്ട് മറച്ചു വെച്ചു. Praise the Lord. Hallelujah. Praise the Lord. ഇത് ഇന്നത്തെ കാലത്ത് ഇത് സർവ്വസാധാരണമാണ്. സ്തോത്രം. ചിലർക്ക് അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ, യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ശത്രു രാജ്യങ്ങൾ വന്ന് കൊണ്ടുപോകാതിരിക്കാൻ ഒക്കെ ആളുകൾ മൺകുടത്തിലൊക്കെ ആക്കി പലപ്പോഴും ഇത് കുഴിച്ചിടാറുണ്ട്. But sometimes what happens, the people who did this, they forget about it sometimes, and they are not able to find it again. അവർക്ക് തിരിച്ചത് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. അപ്പൊ എന്ത് ചെയ്യും? എന്താ സംഭവിക്കുന്നത്? അതവിടെ കിടക്കും. പക്ഷെ എന്നേലും ഒരു കാലത്ത് ആരെങ്കിലും അത് കണ്ടുപിടിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവം ചിലരെ കൊണ്ട് ചിലതൊക്കെ കുഴിച്ചിട്ടിരുന്നു. ആ കുഴിച്ചിട്ടവൻ അറിഞ്ഞില്ല. ഇത് അവന് വേണ്ടി വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിധികൾ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട്. നമ്മെ കണ്ടുകൊണ്ട് നീ ഇതൊരിക്കൽ കണ്ടെത്തുമെന്ന് നീ ഹല്ലേലൂയ ഈ ചരിത്രത്തിന്റെ ഭാഗമായി നിന്റെ മേൽ വെളിപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ചിലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, ചിലരെ കൊണ്ട് അനുഗ്രഹം പകർപ്പിച്ചു. ഹല്ലേലൂയ. ചിലരെ കൊണ്ട് ചിലതൊക്കെ കുഴിച്ചിടപ്പെട്ടു. എന്നാൽ ഒരിക്കൽ നിന്റെ കയ്യിലേക്ക് അത് വന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൃഷ്ടിയിലേക്ക് അത് വന്നു. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ഇപ്രകാരമാ. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾ ഇൻവെസ്റ്റ് ചെയ്തത് തലമുറയ്ക്ക് മുമ്പായി ചിലരൊക്കെ കണ്ണുനീര് കൊണ്ട് വിതച്ചത് അത് കൊയ്യുവാൻ ദൈവം നിങ്ങളെയും എന്നെയും കണ്ടതോർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇത് കണ്ടിട്ട് നാനാവിധമാക്കുവാൻ വേണ്ടിയല്ല. What the joy of it. പ്രിയമുള്ളവരുടെ പകൽക്കാലം ദൈവസന്നിധി ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനാൽ ഉള്ള സന്തോഷം ദൈവത്തിൽ പ്രകടിപ്പിക്കണം. നമ്മൾ ദൈവാലയത്തിരിക്കുമ്പോൾ ദൈവമക്കളായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ കർത്താവേ നീ എന്നെ തിരഞ്ഞെടുത്തുള്ളതിന്റെ സന്തോഷം ആരാധനയില് സ്തുതി സ്തോത്രയാഗങ്ങളില് അത് പുറത്ത് വന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ശത്രുവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സന്തോഷത്തെ കെടുത്തി കളയുക. അത് ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനക്കി നമ്മൾ അതിന്റെ പുറകെ പോകുന്നറിഞ്ഞാൽ ഞങ്ങൾ ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ ചൂണ്ടയിടുന്ന പോലെ ഇത് കൊളുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പയ്യെ അനങ്ങിക്കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഈ ചൂണ്ടയിൽ ശത്രു കൊണ്ടിരുന്ന ചെറിയ പ്രശ്നങ്ങൾ സൗന്ദര്യ പടക്കങ്ങളിൽ നിങ്ങൾ കൊളുത്തുനിന്ന് കണ്ടാൽ അവൻ നിങ്ങളെ കോർക്കും. നിങ്ങൾ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ചോദിച്ചാൽ അറിയാം. ചോദിച്ചാലും അറിയാം. പ്രൈസ് ലോർഡ്. കോർത്താ പിന്നെന്തുവാ? എത്ര ബലമുള്ള മീനാണേലും കോർത്തവന്റെ കയ്യിലാവിന് അതിന്റെ നിയന്ത്രണം. പ്രൈസ് ലോർഡ്. യെസ്. ആത്മീയമായി അർത്ഥം തിരിച്ച ദൈവത്തെ സ്തുതിച്ചാൽ പ്രിയ സഹോദര, നീ കോർത്തു പോയാൽ പിന്നെ നീ എത്ര മിടുക്കനാണെങ്കിലും ഞങ്ങൾ നെബ്രാസ്ക ലേക്ക് കണ്ടത് കുറച്ചു കാലമായുള്ളൂ. അതിന് മുമ്പേ ഇവിടെ ഉള്ള മീനായിരിക്കും. പക്ഷെ കൊളുത്തിയാൽ പിന്നെ തോന്നിയാവനെന്ന് പറഞ്ഞ ഞാൻ അതിന്റെ നിയന്ത്രണം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിച്ചാൽ പ്രൈസ് ദി ലോർഡ്. നീ കോർക്കല്ലേ, നീ കുരുങ്ങി പോയാ പിന്നെ നീ എത്ര മിടുക്കനാണെങ്കിലും നീ എന്റെ നിയന്ത്രണം പിന്നെ ഈ വള്ളിയല $5 ഈ വള്ളിയല പിന്നെ ഹല്ലേലൂയ ഇവന്റെ നിയന്ത്രണം. ഹല്ലേലൂയ. ഓ ഏതുമില്ല 50 പൈസയുടെ ഈ തീറ്റിയല ഇവന്റെ നിയന്ത്രണം പിന്നെ ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ നിന്നെ കൊളുത്തിയാൽ നിനക്ക് പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ ഭരിക്കേണ്ട സന്തോഷം എന്തായിരിക്കണം അറിയാമോ? ഹല്ലേലൂയ. ഈ ചെറിയ തീറ്റിയല്ല, ഈ ചെറിയ പ്രതികൂലമല്ല, ഇത് മുഴുവൻ ദൈവം എനിക്ക് നൽകി, ദൈവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ സന്തോഷത്തെ കെടുത്തി കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നീ ഇഗ്നോർ ചെയ്തിട്ട് ആലയത്തിനകത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ സന്നിധിയിലെ സന്തോഷം എന്റെ ബലം. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ബലപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഓ, there is a joy. സന്തോഷത്തോടെ ചെന്നെന്തോ ചെയ്തത്? പ്രിയമുള്ളവരെ, തനിക്കുള്ളത് മുഴുവൻ വിറ്റു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷം? എനിക്കുള്ളത് മുഴുവൻ വിൽക്കേണ്ട ഒരു ഗതി വന്നാൽ എനിക്ക് സന്തോഷിപ്പാൻ കഴിയുമോ? എത്ര ആഴമുള്ളൊരു സന്ദേശമായത്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവം വിളിച്ച വിളിക്കു വേണ്ടി, ഓ, ഞാൻ ഇതെല്ലാം വിടാൻ തയ്യാറാ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വചനം നിങ്ങൾ കേൾക്കണം. വെറുതെ പറഞ്ഞതല്ല. ഓ, ഹല്ലേലൂയ. ഇത്രമാത്രം ആഴത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, പറഞ്ഞ വചനം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ഞാനിതെല്ലാം ചപ്പന്നും ചവർന്ന് വേണ്ടില്ല. എനിക്ക് ലാഭമായിരുന്നതൊക്കെ, എനിക്ക് ലാഭമായിരുന്ന ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ലാഭമായിരുന്ന മുഖസ്തുതി, എനിക്ക് ലാഭമായിരുന്ന സപ്പോർട്ട്, എനിക്ക് ചിരിച്ചു കാണിച്ചാൽ, ഓ, മിണ്ടാതെ ഇരുന്നാൽ ലാഭമായേക്കാവുന്ന കൈത്താങ്ങല്, അതെല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അതിനെ ചവണം എണ്ണുവാൻ എനിക്ക് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അതാണ് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കണം. തനിക്കുള്ളതെല്ലാം വിറ്റിട്ട്, praise the Lord, hallelujah, hallelujah, praise the Lord, I did a business, a great business, hallelujah, ഒരു വലിയ കച്ചവടം ഞാൻ നടത്തി. hallelujah. എന്ത് കച്ചവടം അറിയാമോ? hallelujah, praise the Lord. എനിക്കുള്ളതൊക്കെ, എനിക്ക് സ്വന്തമെന്ന് കരുതാവുന്നതൊക്കെ, എന്റെ കയ്യിൽ ആരും നിന്ന് അപഹരിക്കാൻ കഴിയാത്തതൊക്കെ ഞാനത് വ്യാപാരം ചെയ്തു. hallelujah, praise the Lord. എന്റെ ഈഗോ ഞാൻ നൽകി. hallelujah. എന്റെ സമ്പത്ത് ഞാൻ നൽകി. എനിക്ക് ചേർത്ത് പിടിക്കാവുന്ന പലതും ഈ ലോകത്തിലുള്ളതൊക്കെ ഞാൻ നൽകി. എന്നിട്ട് ഞാൻ ഒന്നിനു വേണ്ടി സകലവും അടിയറവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ചിലയിടത്തൊക്കെ ഞാൻ തോറ്റു കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ചിലയിടത്തൊക്കെ ഞാൻ മിണ്ടാതിരിക്കും. ചിലയിടത്തൊക്കെ ഞാൻ പോഷനെ പോലെ പെരുമാറും. ചിലയിടത്തൊക്കെ മറ്റോട് വിചാരിക്കും ഇവൻ പൊട്ടനാ. ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. ഓ, മന്ദബുദ്ധിയെ പോലെ ഞാൻ ചിലയിടത്തൊക്കെ, ഹല്ലേലൂയ, ഇരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏലിയാ പ്രവാചകൻ ചെയ്തതുപോലെ, ഓ, മുട്ടിനടിയിലേക്ക് തല കയറ്റി, ഓ, ഒരു സ്ത്രീ പ്രസവവേദന അനുഭവിക്കുന്നത് പോലെ ഒരു പുരുഷൻ അങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല. എന്നാലും ആ വേദന ഉള്ളിൽ അറിഞ്ഞതുകൊണ്ട്, ഏതോ പുരുഷനായ ഞാന്, ഓ, അങ്ങനെ എന്നെ തന്നെ, ദാവീദ് പറയുക, എന്നെ തന്നെ ഇനി അനാവൃതനാക്കും. ഓ, നിനക്ക് കിളിവാതോടെ നോക്കിയാ മതി, കമന്റ് പറഞ്ഞാ മതി, ഇനിയും, ഹല്ലേലൂയ. എത്ര പേർക്ക് തിരുവെടുക്കാൻ കഴിയും? ഇനിയും തോറ്റുകൊടുക്കാൻ തയ്യാറാ, ഇനിയും നിന്ന കേൾക്കാൻ തയ്യാറാ, ഇനിയും അപമാനം കേൾക്കാൻ തയ്യാറാ. എന്തുകൊണ്ടെന്നറിയാമോ? എനിക്കറിയാം, ഞാൻ വില കൊടുക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേവദാസന്മാരെ, ഞങ്ങള് ക്രിസ്തുവിന്റെ നിന്ന ചുമക്കാൻ വിളിക്കപ്പെട്ടവരാ. ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാസ്റ്റർ ബെൻസനെ, അല്ലെങ്കിൽ ബെൻസൺ എന്ന പേരുള്ളവനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആരോടും ഞാൻ പണങ്ങത്തില്ല. കാരണം നെടുമ്പാനാല് അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ മകനായി ഞാൻ ജനിച്ചത് കൊണ്ടല്ല നിങ്ങൾ എന്നെ വിളിക്കുന്നത്. ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ടാ. എന്നോട് ശുശ്രൂഷയ്ക്ക് ആക്കിയതാരാ? എന്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാനത് കേൾക്കാൻ തയ്യാറാ. പക്ഷേ, ഹല്ലേലൂയ, ഒരു കാര്യം, ദൈവസഭയ്ക്ക് കോട്ടം വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരക്ഷരം ഒഴിയാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം സഭയുടെ നാഥനായ ക്രിസ്തുവിന് വില കൊടുത്തതാ, ഞാനല്ലത് വില കൊടുത്തത്. അതുകൊണ്ട് ഹല്ലേലൂയ, അത് ഒരിക്കലും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവനുള്ളിടത്തോളം അനുവദിക്കില്ല. പക്ഷേ എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ മറുപടി ദൈവമാകരുതേ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ദൈവസഭ അത് കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാ. ഓ, അതിന് കോട്ടം വരുവാൻ എനിക്ക് ജീവനുള്ളപ്പോൾ സമ്മതിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അതാണ് എന്റെ വിളി. ഹല്ലേലൂയ. അതാണ് എന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. ഒരു കാര്യം ധൈര്യത്തോടെ വിളിച്ചു പറയട്ടെ, അതെല്ലാം സഹിപ്പാൻ ഞാൻ തയ്യാറാ ദൈവരാജ്യത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ മനസ്സിലാകില്ല. ഈ ദൈവരാജ്യത്തിന്റെ മെക്കാനിസം അറിയാത്തവര്, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവരാജ്യത്തിന്റെ മെക്കാനിസത്തെ കുറിച്ച് അറിയാത്തവർ ഈ വയലില്, സ്തോത്രം, അത് പുറമ്പോക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കൃഷിയും അതിനകത്ത് വിളയാത്തതാ, തരിശായി കിടന്നതാ. ഒരു നന്മയും ഇതിന്റെ മേൽ ഉണ്ടാകത്തില്ലെന്ന്, ഡെൻവറിൽ ഒരു ദൈവപ്രവൃത്തി ഇല്ലെന്ന് പലരും അടിവരയിട്ടതാ. പക്ഷെ ഞാൻ ആ നിധി കാണുവാനിടയായപ്പോൾ,
ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയത്തിന്റെ മേൽ ദൈവം എനിക്കൊരു ദർശനം തന്നപ്പോൾ, സകലതും അതിനുവേണ്ടി അടിയറോ പറയാൻ തയ്യാറായവരെയാ ദൈവത്തിന് വേണ്ടിയത്. അങ്ങനെയുള്ളവർ മാത്രം ദൈവത്തിന് മതി. അല്ലാതെ എനിക്ക് ദൈവസഭയുടെ മറവിൽ എനിക്ക് മിടുക്കനാണെന്ന് വിചാരിച്ചാൽ നിന്നെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ അടിയറോ പറയുന്നവന്റെ മേൽ ദൈവം നൽകിയ, ദൈവം ഇതിന്മേൽ ചെയ്യാൻ പോകുന്ന, ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചിലതിന്റെ മേൽ ദൈവം ചെയ്യുവാനിരിക്കുന്ന ഒരു ദർശനത്തെ ഉള്ളിൽ കണ്ടവനെ എന്റെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവൻ ഹല്ലേലൂയ തോൽക്കുവാൻ തയ്യാറാ. അങ്ങനെയുള്ളവർ അടിയറോ പറയാൻ തയ്യാറാ. അവൻ അറിയാം ഇവിടെ ജയിക്കുന്നവരുണ്ട്. ദൈവമോ ഹല്ലേലൂയ. തോറ്റുകൊടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. അടിയറോ പറയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ജയിക്കുന്നവന് വേണ്ടി മുട്ടിന്മേൽ പോരാടുന്നവന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം ഇത് യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്തും പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. യഹോവയുടെ മനോഹരത്തെ കാണുക, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പ. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ദൈവ സാന്നിധ്യം മതി എനിക്ക്. പാട്ട് പാടുമല്ലോ നമ്മള്, നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ. മന്നയില്ലേലും കാടപ്പക്ഷിയില്ലേലും ഹല്ലേലൂയ ചെങ്കടൽ വഴിമാറിയില്ലേലും ദൈവമേ നിന്റെ സാന്നിധ്യം ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം എത്ര പേര് ചോദിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ നീക്ക് അത് തലക്കെട്ടായി എഴുതി ചേർക്കണമെന്നുണ്ട്. ദൈവമേ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ മറുപടി ലഭിച്ചില്ലെങ്കിലും നിന്റെ സാന്നിധ്യം ഹല്ലേലൂയ. നീ ഇല്ലാതുള്ള അനുഗ്രഹം, നീ ഇല്ലാതുള്ള വിടുതല്, നീ ഇല്ലാതുള്ള സൗഖ്യം, അതിനെ നിത്യതയിൽ എത്തിക്കാത്തത് ഹല്ലേലൂയ. നീ ഇല്ലാതുള്ള സ്ഥാനം, നീ ഇല്ലാതുള്ള എക്സ്റ്റൻഷൻ, ഇതൊന്നും എന്നെ നിത്യതയിൽ എത്തിക്കത്തില്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീതി കണ്ടവൻ, ഹല്ലേലൂയ, വിലയുള്ളത് കണ്ടവൻ, വിലയേറിയതിനെ കണ്ടവൻ. കഴിഞ്ഞ കാലങ്ങളിൽ മാതാപിതാക്കള് നിന്നെ സഹിച്ചത് എന്തിനാ? ഹല്ലേലൂയ. അവകാശം എന്ന് പറയുന്നത്, അവകാശമായി പറയുവാൻ കഴിയുന്നതൊക്കെ വേണ്ടെന്ന് വെച്ചത് എന്തിനാ? അവരെ നീതി കണ്ടതുകൊണ്ട്. ഇന്നത്തെ തലമുറയും കാണാത്തത് ഹല്ലേലൂയ. നമ്മുടെ വയല് കാണുന്നുണ്ട്, നമ്മുടെ സ്ഥാനം കാണുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ കാണുന്നുണ്ട്, അംഗീകാരങ്ങൾ കാണുന്നുണ്ട്, ഡോളറും ജോലിയും എല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറ കാണാതെ പോയിട്ടുണ്ട് മറഞ്ഞിരിക്കുന്ന നിധി. നിന്റെ ദർശനം വിശാലമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ തുറക്കപ്പെടണം, ആഴികൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവം നമുക്കായി മറച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അറ്റത്തോളം എത്തിയിട്ടില്ല. അറ്റത്തോളം എത്താത്തോണ്ടാ ഈ ഗാർബേജിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്. നിന്നെ കുറിച്ചുള്ള ദൈവഹിതം ഇതുവരെ വെളിവായിട്ടില്ല. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇപ്പോഴും എവിടെ ഒളിഞ്ഞു കിടക്കുക? പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് ഓടുന്നതിന്റെ പിന്നാലെ അല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം വിറ്റ്, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത മനുഷ്യനെ കുറിച്ച് കണ്ടു, അടുത്ത ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? വിറ്റത് വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എന്താണ് സ്വന്തം? അവൻ വിറ്റത്, അവൻ വേണ്ടാന്ന് വെച്ചത്, അവൻ വിട്ടുകൊടുത്തത്, അതിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാ ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് പണം. എന്ന് ഞാൻ പറയാറുള്ളതല്ല. സ്തോത്രം. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാതെ നമ്മുടെയൊക്കെ ആസ്തിക്കൊക്കെ ഒരു കുണിശം പോലും ഇല്ലാത്ത ആളുകൾ നേടിയെടുത്ത് നിത്യതയുള്ള മൂല്യമുള്ള അനേകം നന്മകളുണ്ട്.
നമ്മുടെ മാതാപിതാക്കളൊക്കെ പ്രാപിച്ച് നിത്യതയോ അവരെ അവിടെ പിടിച്ചവിടെ നിർത്തി മുന്നോട്ട് നിരത്തി നിർത്തി മെഡാലിയൻസ് അവരുടെ നെഞ്ചിലേക്ക് സ്വർഗത്തിലെ അപ്പച്ചൻ നൽകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബാക്ക് റോയിലായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിലനിൽക്കുന്നത്, വാടാത്ത കിരീടം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യത്തിന്റെ എക്കണോമി. ദൈവരാജ്യത്തിന്റെ എക്കണോമിക്സ് ഡിഫറന്റ് ആണ്. ഹല്ലേലൂയ. ഈ ഒഴുക്കിയ കണ്ണുനീര്, ഹല്ലേലൂയ, നീ സെൽഫ് ട്രാൻസ്ഫർ കൊടുത്തതല്ല ദൈവം തുരുത്തി സൂക്ഷിച്ചു വെച്ചിരുന്നത്. നീ കൊടുത്ത ദശാംശമല്ല ദൈവം സൂക്ഷിച്ചു വെക്കുന്നത്. അവൻ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ കണ്ണുനീരാ. നിന്റെ ഡോളർ ചെയ്യാൻ കഴിയാത്തത് നിന്റെ കണ്ണുനീര് ചെയ്യാൻ കഴിയും. എത്ര പേര് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഈ ദിവസങ്ങളിൽ കണ്ണുനീരൊഴുക്കട്ടെ, കരയട്ടെ, തകരട്ടെ. വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ തന്നെ കീറട്ടെ. ഹല്ലേലൂയ. നിധി കണ്ടുപിടിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നെ സ്വർഗ്ഗരാജ്യം നല്ല മുത്തം അന്വേഷിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. ദിവസത്തിൽ കാണുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്ന് ആലോചിക്കേണ്ടതെന്നറിയാമോ? കർത്താവേ, നിന്നെ ഒന്നുകൂടെ അറിയാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉദ്ദേശിക്കേണ്ട വേല എങ്ങനെ വെക്കാമെന്ന് ആലോചിക്കാനല്ല ഈ ആലയം നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചനയെ ഡെൻവർ ശാലേം ചർച്ചിന്റെ മേൽ നടക്കത്തുള്ളൂ. നിങ്ങൾ പല പദ്ധതിയും മെനയുന്നുണ്ടാകാം. അല്ലാതെ ദൈവത്തിന്റെ കരം വെളിപ്പെടും മുമ്പ് മാനസാന്തരപ്പെട്ട് മുട്ടേ വീണോ? ഹല്ലേലൂയ. അല്ലെ തമ്മിൽ അങ്ങനെ മര്യാദ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കുന്ന എന്നോട് ഇവരും പറയുന്നുണ്ട്, നിന്റെ പദ്ധതി ഒന്നും ഇതിന്റെ മേൽ വെളിവാകത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവത്തിന്റെ ദൂതന്മാർ ഇതിന്റെ മേൽ കാവലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു ദർശനം ഇതിന്റെ അടിസ്ഥാനമായിട്ടുണ്ടെങ്കിൽ, നാളുകൾക്ക് മുമ്പ്, ഹല്ലേലൂയ, ഭക്തന്മാർ ഇതിനകത്ത് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ നീ തീയുടെ പുറത്തായിരിക്കുന്നേ. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തോളം, മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഇവിടെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഉള്ളിന്റെ ഉള്ളിൽ ചിന്തകളെ ക്രോഡീകരിച്ച് നീ ഇവിടെ കസേരയിരിക്കുമ്പോ നീ ഓർത്തോണം, നീ തീയുടെ പുറത്തായിരിക്കുന്നത്. വിശുദ്ധന്റെ കണ്ണുനീര് വീണന്റെ പുറത്ത് നീ കസേരയിട്ടിരിക്കുമ്പോൾ, ദൈവമേ, എന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ നീല കസയുടെ പുറത്തിരിക്കാൻ. ഹല്ലേലൂയ. അല്ലെ ദൈവം നിന്നെ വഴി പഠിപ്പിക്കും. ഹല്ലേലൂയ. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനല്ല ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്തത്. ഓ ഹല്ലേലൂയ. എന്റെ കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. ഇത് വിലയുള്ളതാ. ഓ വിലയേറിയ മുത്തിനെ അന്വേഷിക്കുന്ന, വിലയേറിയ മുത്തിനെ അന്വേഷിക്കുന്ന ചിലർ ഇന്ന് ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഓ, ഇതുവരെ കണ്ടത്, ഇതുവരെ കിട്ടിയത് ഒന്നും പോരാ. ദൈവമേ, ഇനിയുമുണ്ട്. നീ വാഗ്ദത്തം ചെയ്തത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഓ, ഞാൻ അന്വേഷിക്കുന്നത് എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ തലമുറയിൽ അത് വെളിപ്പെടണമെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നവർ എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ. മാളികമുറിയിൽ വെളിപ്പെട്ടത്, ജാക്കന്മാരുടെ വെളിപ്പെട്ടത്, ഓ നിന്നെ അനുഭവിക്കുന്നവരെ വെളിപ്പെട്ടത്, ഓ പീഡ അനുഭവിക്കുന്നവരുടെ വെളിപ്പെട്ടത്, ഗുഹകളിൽ വെളിപ്പെട്ടത്, കല്ലറകളിൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഓ എന്നെ കാത്തിട്ട് വളർത്തപ്പോഴും അവിടെ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ അന്ത്യകാലത്ത് ഈ ഡെൻവർ പട്ടണത്തിൽ വെളിപ്പെടാൻ പോവുകയാ. എത്ര കഴിയും? ഇതുവരെ നീ കണ്ടതൊന്നും അല്ല. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നവർ, ഓ കർത്താവേ, എന്റെ തലമുറയിൽ അത് വെളിപ്പെടണമെന്ന് പറഞ്ഞ് ഇന്ന് കണ്ണുനീരൊഴുക്കുന്നവർ, ഹല്ലേലൂയ, ഇതെല്ലാം തരാൻ ഞാൻ തയ്യാറാ. ഓ ഹല്ലേലൂയ. ഇതെല്ലാം വ്യാപാരം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ഞാൻ ഒതുക്കപ്പെടാൻ തയ്യാറാ. ഞാൻ നിന്ദിക്കപ്പെടാൻ തയ്യാറാ. ഓ ഹല്ലേലൂയ. ഇല്ലായ്മ പോയാൻ തയ്യാറാ. പക്ഷേ ഞാൻ അന്വേഷിക്കുന്നത് എന്റെ പിതാക്കന്മാർ അനുഭവിച്ചത്, ഹല്ലേലൂയ, നീ വാഗ്ദത്തം ചെയ്തത് എനിക്ക് വെളിപ്പെടുന്നത്. എത്ര പേര് പ്രാർത്ഥിക്കും? തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിച്ചാണ്, തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ചിലരുടെ ഉള്ളങ്ങളിലേക്ക് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യിക്കാതിരിക്കുന്ന ചില ശുശ്രൂഷകൾ, ഹല്ലേലൂയ, ഇതിൽ വെളിപ്പെട്ടവരുണ്ട്. നിന്റെ പ്രാർത്ഥന വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. 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 വഴിതിരിച്ചു വിടുന്ന എല്ലാ പോരുകളുടെ മേൽ, ഓ വഴിതിരിച്ചു വിടുവാൻ വേഗതയോടെ നിൽക്കുന്ന, ഓ എന്റെ ആഗ്രഹം അവരാൽ സാധിക്കുമെന്ന് പറഞ്ഞ് പിന്തുടരുന്ന ശക്തികളുടെ മേൽ ഇന്ന്
പകൽക്കാലം നസറേനായ യേശുവിന്റെ നാമത്തിൽ ചില ജീവിതങ്ങളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ അവിടെ വ്യാപരിക്കട്ടെ. അഗ്നിമേഘസ്തംഭങ്ങളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കണ്ണ്, ദുഃഖം പാർക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടി. ഹല്ലേലൂയ. ഫറവോൻ വിചാരിച്ചു, കുഞ്ഞുങ്ങളല്ലേ, മൃഗങ്ങളുമായി പോകുന്നവരല്ലേ, അടിമകളല്ലേ, ഇവരെ എനിക്ക് പിടിക്കാം. പക്ഷെ അവരുടെ ഇടയിൽ വെളിപ്പെട്ടതുകൊണ്ട് ഹല്ലേലൂയ, ബലഹീനന്റെ ബലവാന്റെ ഇടയ്ക്ക് വെളിപ്പെട്ടതുകൊണ്ട് അഗ്നിമേഘത്തൂണിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം. പ്രിയ സഹോദര, നിന്നെ രക്ഷിച്ചത്, നിന്നെ ശത്രു അപഹരിക്കാൻ നിർത്തിയത്, പിന്തുടർന്നു വന്ന ക്രോധം നിന്നെ സ്പർശിക്കാതിരുന്നത്, ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്റെ മധ്യയെ വെളിപ്പെട്ടതുകൊണ്ട് അനുഭവം ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാണ്. ഈ ഹല്ലേലൂയ ദിവസങ്ങളിൽ ചില വിടുതലുകൾ, ചില ഇനത്തിന്റെ മേൽ ദൈവം വായിക്കുക. വ്യക്തമായത് നിന്റെ കണ്ണാൽ കാണുന്ന തരത്തില് ഇന്ന് കണ്ട മിസ്രയീമിനെ ചില നാളുകളായി നിന്നെ പിന്തുടർന്ന ഭയം ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്താൽ മാറിപ്പോകട്ടെ. നിന്റെ ഭീതി മാറിപ്പോകട്ടെ, നിന്റെ ആൻസൈറ്റി മാറിപ്പോകട്ടെ, ശരീരത്തിന്റെ ബലഹീനത മാറട്ടെ. നീ വില കൊടുത്തത് വെറുതെയല്ല, നീ അന്വേഷിച്ചത് വെറുതെയല്ല, നീ മുട്ടേത് വെറുതെയല്ല. ഇതുവരെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താൻ അന്വേഷിച്ചു, ഒരുപാട് നാളായി അന്വേഷിച്ചു. ഹല്ലേലൂയ. പലയിടത്തും പലയിടത്തും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഹല്ലേലൂയ. എന്നാൽ ഇത് കണ്ടപ്പോൾ സന്തോഷം. സംഗീതത്തിൽ ദാവീദ് പറയുക, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. എന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും ഉണ്ടായിരുന്നു, but now it is not there. Praise the Lord. അവനറിയാം, പലതിന്റെ പിന്നാലെ പോയപ്പോൾ, ഹല്ലേലൂയ, വേറെ ചിലതിന്റെ പിന്നാലെ പോയപ്പോൾ ദൈവം എന്തിനാണോ അവനെ രാജ്യസ്ഥാനത്താക്കിയത്, ആ ഉദ്ദേശം മറന്നുകൊണ്ട് വേറെ ചിലതിന്റെ പിന്നാലെ പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒന്നുണ്ട്. അത് വിലമതിക്കാനാകാത്ത ദാവീദ് തിരിച്ചറിയുന്ന നിമിഷം ദാവീദ് പറയുക, അതെനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നും വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രാർത്ഥന എടുക്കൊണ്ടാണെന്ന് വിചാരിക്കരുത്. എന്റെ സ്കിൽ സെറ്റ് കൊണ്ടാണ് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒറ്റ പദ്ധതിയേ ഉള്ളൂ. ദൈവരാജ്യം നിന്നിലും നിന്റെ തലമുറയിലും കൂടെ ഇവിടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എന്റെ ചോയ്സ് ആണ് ആർക്ക് പറയാൻ കഴിയും? ഈ പട്ടണത്തിൽ വന്ന എന്റെ ചോയ്സ് എന്നവർക്ക് കഴിയാൻ കഴിയും? ഞാൻ റിസർച്ച് നടത്തി ഇത് നല്ലതെന്നും പറഞ്ഞു വന്നെന്ന് ആർക്ക് പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ല, ഡെൻവറിന്റെ ഡി അറിയാത്തവരാ 99%. ഇവിടെ നീ വന്ന് ഹല്ലേലൂയ. ജനസംഘം ന്യൂജേഴ്സി പോരാത്തോണ്ടല്ല, ഇവിടെ ദൈവ ഉദ്ദേശങ്ങളുണ്ടാ. അഭിലാഷേ ഹല്ലേലൂയ. ഡെൻവറിൽ വന്നതെന്തിനാ? ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ കടന്നാൽ പോരായിരുന്നോ? ഹല്ലേലൂയ. ഡോളർ സമ്മതിക്കാനല്ല, നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ഭവനത്തിൽ വീഴുന്ന കണ്ണുനീരിനെ കുറിച്ച് എന്റെ ദൈവത്തിന് ഭൗതികമായ അപ്പുറമായ ഒരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തുരുത്തിലാകുന്ന കണ്ണുനീര് ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളങ്ങളിലേക്ക് ആഴത്തിൽ ചിലരെ തുറന്നുവിടുന്ന പുറമേക്കായി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യം ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നത്, സ്വർഗരാജ്യം ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു, പലതിനു വേണ്ടി ഞെരുക്കപ്പെട്ടു, പക്ഷേ ഞെരുങ്ങിയത് കർത്താവേ ഇതിനു വേണ്ടിയാണല്ലോ. ദാവീദ് പറയുക, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, ഞാൻ ആടിന്റെ കൂടെ ജീവിതമായി, ഹല്ലേലൂയ, പക്ഷേ ദൈവമേ ഇതിനു വേണ്ടിയാണല്ലോ നീ എന്നെ ഞെരുക്കിയത്, ഇതിനു വേണ്ടിയാണല്ലോ ആ വിളി വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരാഴ്ച കണ്ടില്ലേലും ആരും വിളിക്കാത്ത ദാവീദിനെ അന്ന് പന്തി ഭോജനത്തിന് വിളി വന്നു. ഹല്ലേലൂയ. ദാവീദ് അറിഞ്ഞില്ല ആ വിളി ഈ ദൈവമഹത്വത്തിലേക്ക് എത്തുമെന്ന്. ഇന്റർവ്യൂവിന്റെ കോൾ വന്നപ്പോ നമ്മൾ വിചാരിക്കും അമേരിക്കയ്ക്കുള്ള വഴി തുറന്നു. അല്ല, അമേരിക്കയ്ക്കുള്ള വഴിയല്ല,
ദൈവം തിരഞ്ഞെടുത്ത ദേശത്തേക്ക് ദൈവപ്രവൃത്തിയുടെ ഭാഗമാക്കി നിന്നെ മാറ്റുവാനുള്ള ദൈവത്തിന്റെ എൻറോൾമെന്റ് കോളായിരുന്നത്. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ദാവീദ് ഒരാഴ്ചയെ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് അതിനുള്ള വിളിയാണ് ദാവീദ് വിചാരിച്ചേ. പക്ഷേ ദാവീദിന്റെ സിംഹാസനം എന്നേക്കും ഉറപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തി അവനോട് വെളിപ്പെട്ടതാണെന്ന് പ്രിയമുള്ളവരെ, വിസയ്ക്ക് എച്ച്ഒപിയുടെ ലോട്ടറി അടിച്ചപ്പോ, വിസയ്ക്കുള്ള വിളി വന്നപ്പോൾ, സുഡം വിസയ്ക്ക് വഴി തുറന്നപ്പോൾ, അച്ചായൻ ഫയൽ ചെയ്തത് സമയമായപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്വപ്നം കണ്ട ഒറ്റ കാര്യമുള്ളൂ, അമേരിക്ക. പക്ഷെ ദൈവം അതിനപ്പുറത്തൊരു സ്വപ്നം, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് നിന്റെ തലമുറയ്ക്ക് വേണ്ടി അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. ആ നിധി കണ്ടെത്തുന്നവർ അവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഈ നിധിയല്ല, ഇവിടുത്തെ നിധിയല്ല, ദൈവരാജ്യം എന്ന നിധി. ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന ഒളിച്ചുവാക്കപ്പെട്ട നിധി. നിന്റെ മാതാപിതാക്കൾക്ക് ലഭിച്ച ദർശനം, നിന്റെ മാതാപിതാക്കൾ ഏത് ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാൽ കർത്താവേ, നിന്റെ അടുത്തേക്ക് തലമുറ കരമിച്ച് കർത്താവേ, ഇതിനെയൊക്കെ ദൈവം കണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന ലെവലിൽ അല്ലാത്തതിനാൽ, ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ അല്ലാത്തതിനാൽ ഞാൻ ഇതിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചാൾസ് ഫിന്നിയുടെ മാതാവ് അവന്റെ മേൽ കരമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഡോക്ടറാക്കണേ നല്ല, എഞ്ചിനീയർ ആക്കണേ നല്ല, യൂറോപ്പില് അമേരിക്കയില് ഉണർവിനായി ഈ തലമുറ ഉപയോഗിക്കണേ എന്നാ കരഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ കണ്ണുനീര് അത് വൃഥാവാകത്തില്ല. അന്വേഷിപ്പേ, അവനെ അന്വേഷിപ്പേ. പറയുക ഫിലിപ്പ് ലേഖനത്തിൽ ഞാൻ ചപ്പൊന്നും ചവർന്നാണ്. എനിക്ക് പലതും കാണാൻ ഭാരമുണ്ട്. ഇതെല്ലാം ചപ്പൻ ചവർന്നിടുക. ആ ഭാരത്തെ, ആ ജഡത്തിലെ ശൂലത്തെ ഞാൻ ചപ്പൊന്നും ചവർന്ന് വേണ്ടുകയാ. പ്രശ്നമില്ല, കൃപ മതി, നിന്റെ സാന്നിധ്യം മതി. എന്റെ പ്രാർത്ഥനാ മുറി ഞാൻ മുട്ടുമുടക്കുമ്പോൾ ദൈവമേ എനിക്ക് നിന്റെ സാന്നിധ്യം മതി. ആരും കൂടെ ഒന്നില്ലെങ്കിൽ പലരും കൈവിട്ടാലും പലരും വാക്കുമാറിയാലും മാറിപ്പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, മുട്ടുമുടക്കുമ്പോൾ നിന്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടല്ലേ, നിന്റെ സാന്നിധ്യം ഹല്ലേലൂയ എനിക്ക് നഷ്ടപ്പെടല്ലേ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടല്ലേ. പദവി എനിക്ക് വേണ്ട, സ്ഥാനം എനിക്ക് വേണ്ട, ഒറ്റൊന്നും വേണ്ട. ഏലിയാവിനെ പോലെ ചൂരച്ചിട തണലില് ഇരിക്കാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടല്ലേ. അതിനോളം വില മതിക്കുന്നൊന്നുമില്ല പ്രിയമുള്ളവരെ. എന്റെ സാന്നിധ്യം നിന്നെ നിധിയിലേക്ക് എത്തിക്കുന്നതാ. വിലമതിക്കാനാവാത്ത ഫലത്തിലേക്ക് നിന്നെ എത്തിക്കുന്നതാ. നിന്റെ തലമുറയിൽ ഉണർവിൽ വ്യാപരിപ്പിക്കുന്ന ദൈവപ്രവർത്തിയ ഒരു നിമിഷം നടക്കുന്ന ദിവസം അടയ്ക്കാം. ഇന്ന് പോയി കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ നൽകാം ഒരു മാനസാന്തരത്തോടെ, ഹല്ലേലൂയ, ഒരു മനംതിരിവോടെ, ഒരു തീരുമാനത്തോടെ, ഒരു പ്രതിഷ്ഠയോടെ ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരങ്ങളിലേക്ക് പോകുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. എന്നെയും അതിനായി സമർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ 1-ാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്ത എല്ലാ ദയക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാജ്യകാലം അടിയങ്ങളെ കണ്ണിന്റെ കൃഷ്ണനെ പോലെ സൂക്ഷിച്ചുവായിരുന്നതൊക്കെ പരിപാലിച്ചു, ആവശ്യങ്ങളൊക്കെ നിറവേറ്റി ഞങ്ങളെ ക്ഷേമത്തോടെ പോറ്റിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രാവിലെ കർത്താവേ, അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. അടിയങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കുന്ന കർത്താവെ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ഇടയാക്കിയ നിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠവാക്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാനിടയാക്കിയല്ലോ. അവിടുത്തെ ആകർഷണ വളരെ സൂക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കാഴ്ചയോട് തന്നെ കാഴ്ചയോടായി കർത്താവിനെ പ്രസാദിപ്പിച്ച് അവിടുത്തെ ഹിതമെങ്ങനെയോ അങ്ങനെ ജീവിപ്പാൻ കൃപ കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കും ദൈവം
ഞങ്ങളെ തന്നെ മറന്ന് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ദൈവത്തിന്റെ ഹിതം എങ്ങനെയോ അങ്ങനെ തന്നെ ഞങ്ങളായി തീരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. സഭയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയെ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിനായി ഒരുക്കണമേ കർത്താവേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിത പ്രകാരം ഞങ്ങളായി തീരുവാനുള്ള എന്റെ കൃപയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദാസനെ ബലപ്പെടുത്തിയോട് സ്തോത്രം. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയായി സമർപ്പിക്കുന്ന ഈ നാളുകളത്തെയും ഹിതപ്രകാരം ഞങ്ങളുടെ ചൂടുകളായിരിക്കാൻ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് ഈ ഒരാഴ്ച കാലം ജീവിപ്പാനുള്ള ദൈവത്തെ കൃപ നന്നാട്ട് ആകർഷണങ്ങളെ നിങ്ങളെ സൂക്ഷിച്ചാട്ട് കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒക്കെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. രോഗികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിപ്പിടലാണ് സൗഖ്യം കൊടുത്ത് സഹായിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലുള്ള ദൈവത്തിന്റെ നാമങ്ങളിൽ മഹത്വം എടുപ്പാനിടയാക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവോട് പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരേ യഹോവാ ഈ മനസ്സി ഉടയ മഹോന്നത വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സി ഉടയ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചുയർന്ന വിഷ്കർമ്മനും സ്വർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് നമ്മോട് പ്രാർത്ഥന വിഷയങ്ങളോ ദൈവസഭ എല്ലാ ഭവനങ്ങളോടും ലോകപാടുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ അവരിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരത്തെ പകൽക്കാലം ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.